പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം ഹുദല്ലിന്നാസ്, അത് ജനങ്ങളിലേക്ക് മൊത്തമുള്ള വേദഗ്രന്ഥമാണ്. അത് ഒരിക്കലും തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള വേദഗ്രന്ഥമല്ല. അത് ഹിന്ദുക്കൾക്കും അത് ക്രിസ്ത്യാനികൾക്കും അതെല്ലാവർക്കും വായിക്കപ്പെടേണ്ട വേദഗ്രന്ഥമാണ്. എല്ലാവരുടെ ഹിദായത്തിനും വേണ്ടി പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ വേദഗ്രന്ഥത്തെ 11 മാസക്കാലം നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു. ഈ 12ാമത്തെ മാസം നമ്മൾ എന്താ ചെയ്യുക? ഷോക്കേസിൽ നിൽക്കുന്ന പൊടി തട്ടി എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഓതാൻ തുടങ്ങും. പോരാ, ഇത് എപ്പോഴും വേണ്ടതാണ്, ഇത് എല്ലാവർക്കും വേണ്ടതാണ്. ഇത് കേവലം ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ മാത്രം നമ്മൾ ഓതേണ്ട വേദഗ്രന്ഥമല്ല. ഇത് ലോകത്തിന്റെ ഹിദായത്തിന് വേണ്ടി, ലോകത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി, മാനവികതയുടെ സംസ്കരണത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞുവിട്ട വേദഗ്രന്ഥമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ശരിക്കും ചിന്തിക്കണം. ആ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിന്റെ ആത്മനിർവൃതിയുടെ സാഫല്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുവാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ വേദഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഈ ഖുർആൻ അത് ഇസ്ലാമിന്റെ മൂലപ്രമാണമാണ്. ഇസ്ലാമിന് നമുക്കിപ്പോൾ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിവൈസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് യൂസേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗക്രമം കിട്ടും. ആ യൂസേഴ്സ് മാനുവൽ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതേമാതിരി തന്നെയാണ് മാനവികതയുടെ യൂസേഴ്സ് മാനുവലാണ് പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ. മാനവികതയുടെ യൂസേഴ്സ് മാനുവലാണ്. എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. We omit nothing from this Quran. ഈ ഖുർആനിൽ നമ്മൾ ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല. ഇത് വളരെ വ്യക്തമായി വേദഗ്രന്ഥം അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടത് തന്നെയാണ്. ഇതിലൊരിക്കലും തന്നെ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായിട്ടേ ഇല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. Had it been from other than God, they would surely have found therein much discrepancies. എമ്പാടും വൈരുദ്ധ്യങ്ങൾ ഇതിൽ കണ്ടെത്തുമായിരുന്നു മനുഷ്യൻ. പക്ഷെ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായിട്ടില്ല. മറ്റ് വേദഗ്രന്ഥങ്ങൾക്ക് ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം, മറ്റ് വേദഗ്രന്ഥങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മാത്യു, അക്കോർഡിംഗ് ടു ജോസഫ് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ടും ഒരുപാട് മാറ്റങ്ങളും കൈകടത്തലുകളും ഉണ്ടായിട്ടുണ്ട്. ഖുർആനിൽ അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്നും അതിന് 16 അത് ഏത് കാലത്തോടും അതിജീവിക്കുന്ന വേദഗ്രന്ഥമാണ്. അതിൻ്റെ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് അത് യുഗങ്ങളോട് പൊരുതുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എത്ര തന്നെ വലിയ നൂറ്റാണ്ടുകൾ കടന്നു പോയാലും, എഡിജ് ടെക്നോളജി വന്നാലും പരിശുദ്ധ ഖുർആൻ ഒരു കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടിയാണല്ലോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. കേവലം 6ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു വേദഗ്രന്ഥമായിരുന്നുവെങ്കിൽ 21ാം നൂറ്റാണ്ടിനെ എങ്ങനെ ഖുർആൻ നേരിടും? എങ്ങനെ ഖുർആൻ നേരിടാനാണ്? ഇത്രയും ഹൈടെക്. നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെക്നോളജിയുടെ സിറ്റിയായിട്ട് അറിയപ്പെടുന്ന ഈ ബാംഗ്ലൂർ, നമുക്കറിയാം ഒരുപാട് ടെക്നോളജി നമ്മുടെ കുട്ടികൾ തന്നെ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉന്നമനത്തിൽ, പുരോഗതിയിൽ, ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ പുരോഗതി ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ടെക്നോളജിയുടെ രംഗത്തിൽ ബാംഗ്ലൂർ അതീവമായിട്ട് നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഈ ടെക്നോളജി പുരോഗമിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനെ നമ്മൾ എങ്ങനെ ബന്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായേക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? പരിശുദ്ധ ഖുർആൻ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് നമ്മളാ, അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ട ചുമതലയും നമ്മുടെ മേലിലാണ്. മക്കായിൽ നിന്നും 2 നാഴിക വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ജബൽ നൂർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളില് ഹിറാ എന്ന് പറയുന്ന ഗുഹക്കകത്ത് വെച്ചുകൊണ്ട് സയ്യിദുനാ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബായ നബിതങ്ങളിലേക്ക് അവതീർണമായ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ആരംഭം തന്നെ പഠിക്കാനും വായിക്കാനുമല്ലയോ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാൻ മാ ലം യഅലം. Read in the name of your Lord who created. മനുഷ്യന് ക്രിയേഷന്റെ ലോകത്തെ പറ്റി മനസ്സിലാകാൻ പോലും കഴിയാത്തൊരു കാലഘട്ടത്തിൽ 6ാം നൂറ്റാണ്ടിൽ ശരിക്കും ഇപ്പൊ എംബ്രിയോളജിയുടെ പഠനം പൂർത്തിയായിട്ടില്ല. ആ മേഖല നന്നായിട്ട്, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം, CNS എന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം, മനുഷ്യന്റെ ശരീരത്തിന്റെ ഫിസിയോളജിയൊക്കെ ഇനിയും ഇറ്റ് നോട്ട് ബി കംപ്ലീറ്റഡ്. പക്ഷെ എന്നിട്ട് പോലും 6ാം നൂറ്റാണ്ടിൽ സൃഷ്ടിപ്പിനെ പറ്റിയാണ് ഈ പരിശുദ്ധ വേദഗ്രന്ഥം മുന്നോട്ടെടുത്ത് വെക്കുന്നത്. സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളിലേക്ക് വല്ലാത്തൊരു സംഭവമാണ്. പ്രൊഫസർ തെജാസൻ ഇസ്ലാമിലേക്ക് വന്നത് ഈ ഒരു വിഷയം മനസ്സിലാക്കിയിട്ടാണ്. കാരണം എങ്ങനെയാണ് ഒരു ലീച്ച് ലൈക്ക് ഷേപ്പ്ഡ് ആയിട്ടുള്ള
അല്ലെങ്കിൽ അട്ടയെ പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഗർഭപാത്രത്തിൻ്റെ രഹസ്യമെല്ലാം ഇതിൽ പറയുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ആത്മനിർവൃതിയുടെ സാഫല്യം എന്നാണ് ഖുർആനുമായിട്ട് നമ്മുടെ വിഷയം. സയന്റിഫിക് ആയിട്ടുള്ള ഏരിയ പറയുമ്പോൾ അതെമ്പാട് നമുക്ക് പറയുവാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റീഡ് ഇൻ ദ നെയിം ഓഫ് യുവർ ലോർഡ് ഹു ക്രിയേറ്റഡ്. അത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇഖ്റ വറബ്ബുക്കൽ അക്രം ആൻഡ് റീഡ് യുവർ ലോർഡ് ഈസ് വെരി ബൗണ്ടിഫുൾ ആൻഡ് റീഡ് യുവർ ലോർഡ് ഈസ് വെരി ബൗണ്ടിഫുൾ. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലദീ അല്ലമ ബിൽ ഖലം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഹി ടോട്ട് ദി യൂസ് ഓഫ് പെൻ. പേനയുടെ ഉപയോഗം പഠിപ്പിച്ച തമ്പുരാൻ. എഴുത്തിൻ്റെയും വായനയുടെയും വിശാലമായ വൈജ്ഞാനിക മഹാവിസ്ഫോടനത്തിന്റെ ലോകത്തിലേക്ക് ആദ്യമേ വഴി തുറക്കുന്ന വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരുടെ വേദഗ്രന്ഥം ഒരുപക്ഷേ തമസാ നദിയുടെ തീരത്തുകൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 ക്രൗഞ്ച പക്ഷികൾ അമ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ സാധിച്ചു എങ്കിൽ ഈ ഒരു വിഷയത്തിൽ ആരംഭം കുറിച്ചു പരിശുദ്ധ വേദഗ്രന്ഥമോ. അപ്പോൾ അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേദഗ്രന്ഥത്തിന്റെ ആരംഭം. ഇവിടെ പരിശുദ്ധമായ ഖുർആൻ എഴുതാനും വായിക്കാനും സംസ്കാര സമ്പന്നമാകാനും വേണ്ടി മാനവികതയോട് ഉദ്ഘോഷിക്കുകയാണ്. എത്രമാത്രം സരളമായ, എത്രമാത്രം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് പരിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ മാനവിക സമൂഹത്തിന് മുമ്പിലേക്ക് മുന്നോട്ട് വെച്ചത്. വിജ്ഞാനത്തിന്റെ ലോകം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഞാൻ ഓർത്തു പോവുകയാണ്, ലോകത്ത് ഒരുപക്ഷെ ദ തേർഡ് വേവ് എന്ന് പറഞ്ഞുകൊണ്ട്, 3ാം തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ യൂറോപ്യൻ ലോകങ്ങളെ വല്ലാതെ ഇളക്കിമറിച്ച ഒരു ഗ്രന്ഥം തന്നെ ഉണ്ടായിരുന്നു. ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന ഭീകരമായിട്ടുള്ള കൾച്ചറൽ കൊളീഷനെ പറ്റിയെല്ലാം അദ്ദേഹം വല്ലാതെ സംവദിക്കുന്നുണ്ട്. ആ മനുഷ്യൻ 3 എമ്മുകളെ പരിചയപ്പെടുത്തി. 3 എം. ആദ്യത്തെ എം അദ്ദേഹം പറയുന്നത് മസിൽ പവർ എന്നാണ്. ആദ്യത്തെ കാലം ഇറ്റ് ഈസ് നോ മോർ, അതിനില്ല. എല്ലാം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന രീതിയിൽ കൈയടക്കുന്ന ശക്തിയുള്ളവന് എന്തു നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു കാലഘട്ടം അത് കഴിഞ്ഞു പോയി. ആദ്യത്തെ എം അതായിരുന്നു. 2ാമത്തെ എമ്മിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് മണി പവർ, സമ്പത്തുണ്ടെങ്കിൽ എന്തും നേടാം എന്നുള്ള ഒരു കാലഘട്ടം, അതും പോയി. 3ാമത്തെ എം മൈൻഡ് പവർ, മനുഷ്യന്റെ ബുദ്ധിയും വികാസവും ചിന്തയും ഗവേഷണങ്ങളും മനനങ്ങളും ആ രീതിയിലുള്ള പര്യവേക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇറ്റ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അതിനൊരിക്കലും തന്നെ ഒരു നിശ്ചലാവസ്ഥ ഉണ്ടാവില്ല. അത് തന്നെയാണ് ലോകാവസാനം വരെ മുന്നോട്ട് പോകുന്ന ചിന്തയും പഠനവും ഗവേഷണങ്ങളും പര്യവേക്ഷണങ്ങളും. ഖുർആൻ ആദ്യം മുന്നോട്ട് വെച്ച സിദ്ധാന്തം പഠിക്കുക, എഴുതുക, വായിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു വേദഗ്രന്ഥം ഈ ഒരു വിഷയം മുന്നോട്ട് വെക്കുന്ന സന്ദർഭത്തിൽ ഇത് 7ാം നൂറ്റാണ്ടിലേക്ക് മാത്രം ശൃംഖാവാൻ പാടില്ല, കൺഫൈൻഡ് ആവാൻ പാടില്ല. 21ാം നൂറ്റാണ്ടിലും അത് പ്രോജ്വലിച്ച് നിൽക്കാൻ വേണ്ടി സാധിക്കണം. ഞാൻ ഒരു ആയത്ത് ഉദാഹരണമായിട്ട് പറയാം. എന്താണ് ഇല്ലിയൂൻ? ഇല്ലിയൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കിതാബുൻ മർഖൂം. ഒരുപക്ഷെ ഇയേഴ്സ് ബാക്ക് നമുക്കൊരു 6ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകാം. ആ 6ാം നൂറ്റാണ്ടിലുള്ള ജനത ഈ ഒരു വാക്യത്തിന് എന്തായിരിക്കും അവർ അർത്ഥം വെച്ചിട്ടുണ്ടാവുക? അവർ കിതാബുൻ മർഖൂം, രേഖപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം എന്നൊക്കെ അർത്ഥം വെക്കാം. എനിക്ക് തോന്നുക ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ 21ാം നൂറ്റാണ്ടിന്റെ ഇത്രയും വലിയ ടെക്നോളജി പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ നമുക്കതിന് എന്തർത്ഥം വെക്കാൻ വേണ്ടി സാധിക്കും? കിതാബുൻ മർഖൂം. എനിക്ക് തോന്നുക അതിനെ എങ്ങനെ അർത്ഥം വെച്ചാൽ ഒന്നുകൂടി നമുക്ക് ഒന്നുകൂടി ഒരു കംഫർട്ടബിൾ ആയിരിക്കും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം. കിതാബുൻ മർഖൂം, ദ ഡിജിറ്റൽ ബുക്ക് എന്ന്. കാരണം കംപ്ലീറ്റ് ഡിജിറ്റൈസേഷൻ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡിജിറ്റൈസേഷൻ, എല്ലാം ഡിജിറ്റൈസ്ഡ് ആണ്, എല്ലാം ഡിജിറ്റലൈസേഷൻ ആണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് റഖം മീൻസ് ഡിജിറ്റ്, റഖം മീൻസ് ഡിജിറ്റ്. കിതാബുൻ മർഖൂം, ദ ഡിജിറ്റൽ ബുക്ക്. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഹാർഡ് ഡിസ്ക് ഏതാണ്? ലൗഹുൽ മഹ്ഫൂസ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള രേഖപ്പെടുത്തപ്പെട്ട വേദഗ്രന്ഥം അല്ലെങ്കിൽ എല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഖുർആനിന്റെ മൂലഗ്രന്ഥം ലൗഹുൽ മഹ്ഫൂസ്, അതെല്ലാം ഡിജിറ്റൽ ബുക്ക് എന്ന് പരിചയപ്പെടുത്തപ്പെടുകയാണ്. കിതാബുൻ മർഖൂം. കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ ഇന്ന് ഡാറ്റകളുടെ പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പ്ലോഷൻ ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ ഡാറ്റകൾ നന്നായിട്ട് അതിൻ്റെ വൈജ്ഞാനിക വിസ്ഫോടനം എന്ന് പറയുന്ന രീതിയിൽ ഡാറ്റ പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈബർ എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം ബിയോണ്ട് ദി സ്ക്രീൻ, കമ്പ്യൂട്ടർ സ്ക്രീൻ എന്നാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇന്ന് നമുക്ക് ഏതൊരു സാധനം ഡിവൈസ് നമ്മൾ വാങ്ങുകയാണെങ്കിലും നമ്മൾ ചോദിക്കുക അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, ഇത്ര. ഇപ്പോൾ KB ഒന്നും ആരും പറയുന്നില്ല.
അപ്പോൾ ഒരു ഏറ്റവും മിനിമൈസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും വളരെ അതിൻ്റെ മിനിയേച്ചർ ആയിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഡാറ്റയുടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാവരും അറിയാവുന്ന പോലെ തന്നെ ഒരു ബിറ്റാണ്. ആ ബിറ്റുകൾ 8 ബിറ്റ് കൂടുമ്പോൾ ഒരു ബൈറ്റ് ആകും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 1024 ബൈറ്റ് കൂടുമ്പോൾ ഒരു KB എന്ന് നമ്മൾ പറയും, ഒരു കിലോ ബൈറ്റ്. അപ്പോൾ 1024 KB ചേരുമ്പോൾ അതൊരു MB ആയിട്ട് മാറും. 1024 MB അതൊരു GB ആയിട്ട് മാറും, ജിജാബൈറ്റ്. 1024 GB ചേരുമ്പോൾ അത് ടെറാബൈറ്റ് ആയിട്ട് മാറും. 1024 TB അത് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അത് പെറ്റാബൈറ്റ് ആയിട്ട് മാറും. പെറ്റാബൈറ്റ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 1024 വരുമ്പോൾ അത് എക്സാബൈറ്റ് EB ആയിട്ട് മാറും. അത് വീണ്ടും 1024 ആകുന്ന സമയത്ത് പിന്നീട് പോകുന്നത് അതിൻ്റെ യോട്ടാബൈറ്റ് എന്ന് പറയുന്ന അവസാന ഒരു ഘട്ടത്തിലേക്കാണ്. യോട്ടാബൈറ്റ് എത്തുന്ന സമയത്തൊക്കെ മനുഷ്യൻ്റെ ഇൻഫോഗ്രാഫി വരെ നടക്കുമെന്നാണ് പറയുന്നത്. ഇൻഫോഗ്രാഫി എക്സാബൈറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇൻഫോഗ്രാഫി നടക്കും അത്രേ. എക്സാബൈറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇൻഫോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കേവലം ഒരു ഫാൻ ഇങ്ങനെ തിരിയുകയാണെങ്കിൽ അതിനെ വീഡിയോഗ്രഫിയിൽ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ മൂവിങ് പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അതിൻ്റെ സറൗണ്ടിങ്, അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റൽ സംഗതി കൂടി കിട്ടുമെന്നാണ് ഈ എക്സാബൈറ്റിൻ്റെ കാലഘട്ടത്തിൽ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് പിന്നീട് പ്ലേ ചെയ്യുമ്പോൾ കേവലം ഫാന് തിരിയുകയല്ല, അതിൻ്റെ കാറ്റും കൂടി നമ്മുടെ ശരീരത്തിലേക്ക് വരും അത്രേ. യോട്ടാബൈറ്റിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ ഫാക്സ് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ വരും അത്രേ. അപ്പോൾ നമുക്കിത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. സൗണ്ട് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പ്രവാചകന്മാരുടെ സൗണ്ട്, ഗാന്ധിജിയുടെ സൗണ്ട്, മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയവരുടെ സൗണ്ട്, ഇതൊക്കെ മനുഷ്യനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഡാറ്റകൾ അത്രമാത്രം വരികയാണ്. അപ്പോൾ ഈ ഡാറ്റയ്ക്ക് എങ്ങനെ ഇവിടെ ശേഖരിക്കപ്പെടും? ഡിജിറ്റൈസ്ഡ് ആവുമ്പോൾ വളരെ കുറഞ്ഞ സ്പേസ് അതിന് വേണ്ടുള്ളൂ, വളരെ കുറഞ്ഞ സ്പേസ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇത് 6-ാം നൂറ്റാണ്ടിൽ അറബികളിലേക്ക് ഇറങ്ങിയ വേദഗ്രന്ഥമാണ്. കിതാബുൻ മർഖൂം. ഇന്ന് നമുക്കതിന് അർത്ഥം വെക്കാൻ സാധിക്കും, ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ബുക്ക്. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെർച്വൽ സ്ക്രീനും വെർച്വൽ കീബോർഡും എല്ലാം ഒക്കെ വെർച്വൽ ആയിട്ട് മാറുന്ന സമയത്ത് ഒരു പക്ഷേ ഇനിയും അർത്ഥം മാറാം, അങ്ങനെയൊക്കെ ആവാം. ഇസ്ലാമിൻ്റെ 5 ഈമാൻകാരെ 6 മാറാതിരുന്നാൽ മതി, അതിനെ പറ്റി നമ്മൾ ചിന്തിക്കാതിരുന്നാൽ മതി. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്താ? അൻസൽനാ ഇലൈക الذിക്ർ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ വഅൻസൽനാ ഇലൈക الذിക്ർ ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. ഹബീബായ നബിയെ, ഈ പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ എന്തിനാ ഇറക്കപ്പെട്ടത് എന്നറിയുമോ? വഅൻസൽനാ ഇലൈക الذിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. പരിശുദ്ധമായ ഖുർആനെ പറ്റി ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് എന്ന്. ചിന്താ സ്വാതന്ത്ര്യം മനുഷ്യന് നൽകുന്നു പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ. അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ പരിശുദ്ധ വേദഗ്രന്ഥം എന്നും അതിന് 16ആണ്. കാലഘട്ടം എത്ര തന്നെ പുരോഗമിച്ചാലും, ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും, എത്ര തന്നെ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ നടന്നാലും, യുഗങ്ങൾ എത്ര തന്നെ കഴിഞ്ഞു പോയാലും ഖുർആൻ ഒന്നും വരില്ല. അതങ്ങനെ അതിന്റെ മട്ടത്തെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഹൃദയം തോന്നുന്നതെന്നാ